അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശക്തമായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല, അദ്ദേഹത്തിന് വിശ്രമിക്കാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ നിന്നും കാണാതായ ഒരു വലിയ ആഭരണം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അത് ലഭിക്കണമെന്ന് മാത്രമാണ്. ആ സമയത്ത് ഉറക്കം വരുന്നില്ല, ക്ഷീണം വരുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ ആഖിറത്തിലെ രണ്ട് വീടുകളുടെ അവസ്ഥ. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മാറഅയ്തു മിസ്ലന്നാരി നാമഹാരിബുഹ, നരകത്തെ പേടിക്കുന്ന മനുഷ്യൻ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ മിസ്ലൽ ജന്നത്തി നാമ ത്വാലിബുഹ, എല്ലാ ആസ്വാദനത്തിൻ്റെയും പറുദീസയായ സ്വർഗം ആഗ്രഹിക്കുന്ന മനുഷ്യനും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നരകത്തെ പേടിയുണ്ടോ? ഓ, പേടിയുണ്ട്. എന്നാൽ വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയോ? അത് കഴിയുന്നില്ല. ഇത് വിരോധാഭാസമാണ്. സ്വർഗത്തിനെ വല്ലാതെ ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല. ഇതെന്തൊരു മൗഢ്യമാണ്. അതുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഈ ദീനിലേക്ക് പൂർണ്ണമായി കടന്നു വരണം. സ്വർഗത്തിലേക്ക് ആശയുണ്ടായതുകൊണ്ടാണല്ലോ മരിച്ച വീട്ടിൽ നമ്മൾ ആ മരണത്തിൻ്റെ കർമ്മങ്ങളിൽ, ജനാസയുടെ കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുത്തത്. അതിനൊക്കെ പ്രതിഫലമുണ്ട്, അതെനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മരണവീട്ടിൽ നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും നമ്മുടെ മനസ്സ് അനുവദിച്ചതുപോലെ കല്യാണ വീടുകളിലും നിസ്കാരം ഖളാ ആകാതെ സൂക്ഷിക്കാനുള്ള മനസ്സ് നമ്മുടെ കയ്യിൽ വേണം. മരണ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പെൺമക്കളുടെ തലമുടി കാണാതെ തലമറച്ചതുപോലെ കല്യാണ വീടുകളിൽ എത്തുമ്പോഴും നമ്മുടെ മക്കളുടെ തലയിൽ നിന്ന് തട്ടം താഴെയിറങ്ങാതെ സൂക്ഷിക്കുമ്പോഴാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ആ ദീനിലേക്ക് അവർ പൂർണ്ണമായിട്ട് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വർഗം ആശിക്കുന്നതിൽ മാത്രമല്ല, ആശിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. നരകത്തെ പേടിച്ചാൽ മാത്രം പോരാ, നരകത്തിലേക്ക് കയറി പറ്റാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുള്ള ഒരു മാർഗമാണ് സ്വർഗത്തിനെ കൂടുതൽ ചോദിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് നാളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നൊരു സമൂഹം അൽ ഹമ്മാദൂന, കൂടുതൽ സ്തുതി പറഞ്ഞ ആളുകളെയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എപ്പോൾ സ്തുതി? നിഅമത്ത് കിട്ടുമ്പോൾ മാത്രമല്ല. ഏതാണ് ആ സ്തുതി പറയുന്നവരുടെ പ്രത്യേകത? അവർക്ക് വിഷമം വരുമ്പോഴും സ്തുതി പറയും, അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും സ്തുതി പറയും. സന്തോഷം വരുമ്പോഴുള്ള സ്തുതി അള്ളാഹുവിനുള്ള ശുക്റാണ്. നമുക്കെന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സ്തുതി എന്തിനാ? പടച്ചോൻ ഇത്രയല്ലേ പരീക്ഷിച്ചിട്ടുള്ളൂ, ഇതിമേൽ അള്ളാഹ് നിർത്തിയല്ലോ. ഈ നിലക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അള്ളാഹു നമ്മളെ യഥാർത്ഥ സ്വർഗത്തിൻ്റെ അഹലുകാരാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.